ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു ചുരക്ക മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു 1/2 കിലോ ചുരക്ക ഇവിടെ തോലൊക്കെ കളഞ്ഞ് സ്ക്വയർ പീസാക്കി മഞ്ഞ വെള്ളത്തിൽ കഴുകാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 ഏലക്കായി എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു കഷ്ണം ചെറിയ 2 കഷ്ണം കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇത് താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കാൻ, ഞാനിവിടെ സവോളയാണ് ചെറിയ പീസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. പിന്നെ ഒരു തക്കാളിയും ഇവിടെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഞാൻ ഗ്യാസ് നേരത്തെ തന്നെ വെച്ചപ്പോൾ ചൂട് ഗ്യാസിലേക്ക് ഓഫ് ചെയ്ത് വെച്ചെന്താ ഗ്യാസ് വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ എണ്ണ ചൂടായി കിടക്കുകയാണ്. നമുക്കിതിൽ ഓരോന്നായിട്ട് ഇനി വറുത്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം, അതിനോടൊപ്പം തന്നെ കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഈ സവോള അരിഞ്ഞു വെച്ചത് കറിവേപ്പിലയും കൂടി ചേർത്ത് സാധാരണ ചുരക്കുകൊണ്ട് എല്ലാവരും മുളക് റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. ഇനി ആരെങ്കിലും ഇതുപോലെ മസാലക്കറി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് വതക്കി വെക്കാം നന്നായിട്ട്. സവോള നന്നായി വതക്കി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ചേർത്തി കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ചേർത്തി കൊടുക്കാം. പിന്നെ കുരുമുളക്, അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്, ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വറന്നിട്ട് തണുത്ത ശേഷം നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അരപ്പ് ഇതാ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ പാകം ചെയ്യുന്ന വയ്ക്കാം. ഞാനിതാ പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പാൻ പിന്നെ കഴുകേണ്ട കാര്യമില്ല, അതേ പാനിലേക്ക് തന്നെ നമ്മൾ നിറച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നിറച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കറിവേപ്പിലയും താളിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും സവോളയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നിറച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴഞ്ഞ് വരണം. അതിന് ശേഷം മാത്രമേ നമ്മൾ മസാലയും പച്ചക്കറി ചേർക്കാവൂ. ഒന്ന് നന്നായി വഴഞ്ഞ് വരട്ടെ. പെട്ടെന്ന് തക്കാളി വതയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽ കുറച്ച് ഉപ്പും
മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോൾ തക്കാളി നല്ലപോലെ വഴറ്റും. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മസാല ഒരുപാട് കഴിയാവേണ്ട കാര്യമില്ല, നമ്മൾ ആൾറെഡി ഇത് വറുത്തരച്ചതായതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കുന്ന ചുരക്ക ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പ് നോക്കി ചേർക്കുന്നത് വെന്ത് വരുമ്പോൾ കുറുകി വരും. അപ്പോൾ ഉപ്പ് നോക്കി ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. വെന്ത് വരുമ്പോൾ അരിഞ്ഞ് വന്നോളും. അപ്പം പാകം നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. മസാലകളെല്ലാം ചേർത്ത് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറി കുറുകി പാകത്തിന് വേവായിട്ട് ഇത് നല്ല കുറുകിയ രൂപത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തിരി ലൂസായിട്ട് വേണമെങ്കിൽ അപ്പം കൂടി വെള്ളമാവാം. പക്ഷേ ഇങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇത് ജോലിക്ക് പോകുന്നവർക്ക് ഇതൊരു കറി ഉണ്ടാക്കിയ രാവിലത്തെ ഭക്ഷണത്തിനുമായി, ഉച്ചഭക്ഷണത്തിനുമായി, രാത്രിക്കുമായി, ഇഡലി, ദോശ, പൊറോട്ട, ചപ്പാത്തി, ആപ്പം എല്ലാറ്റിനും പറ്റിയൊരു ഉത്തമ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ കറിവേപ്പില കൂടി മാത്രം ചേർത്താൽ മതി. നമ്മളിത് കുക്കറിലുണ്ടാക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വേഗമാകും. എനിക്ക് പക്ഷേ കുക്കറിൽ വയ്ക്കുന്നതിനേക്കാളും ഇങ്ങനെ വയ്ക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.